എവിടുന്ന് വായിച്ചു നിങ്ങൾ? താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു 2 ദിവസം മുൻപേ തിരുമല അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. എന്താണ് നിങ്ങൾ സംസാരിച്ചത്? ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ എന്താ സംസാരിക്കുക? ഇത്തരത്തിലുള്ള സാമ്പത്തിക ഒന്നും സംസാരിക്കില്ല. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ? തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് മാധ്യമങ്ങളെ പഴിച്ചിട്ട് വിശേഷിച്ച് കൈരളിക്ക് നേരെ ആക്രോശിച്ചിട്ട് എന്തുണ്ടായി? അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രതിക്കൂട്ടിലായത് BJP നേതാക്കളാണ്. മലയാളം എഴുതാനും പറയാനും വേണമെങ്കിൽ തെറി പറയാനും അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ ഇതിന് ഉത്തരം പറയണം. നമ്മുടെ ആൾക്കാരെ സൊസൈറ്റിയിൽ സഹായിച്ചുവെന്ന് അനിൽ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് അവരൊന്നും പണം തിരിച്ചടയ്ക്കാതെ സൊസൈറ്റിയെ കടക്കണിയിൽ ആക്കി എന്നെഴുതി വെച്ചത് ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ അവസ്ഥ നേതാക്കളോടൊക്കെ അനിൽകുമാർ നേരിൽ കണ്ടു പറഞ്ഞു. ആരും തിരിഞ്ഞു നോക്കിയില്ല. പണമടയ്ക്കാൻ പണം കൈപ്പറ്റിയവരോട് ഒരു നേതാവും പറഞ്ഞില്ല. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ അനിലിനെ കൈയൊഴിഞ്ഞു. എല്ലാം അനിലിൻ്റെ തലയിലായി. ആത്മഹത്യയുടെ വക്കിലാണെന്ന് വരെ പറഞ്ഞു. ആരു കേൾക്കാൻ? അനിൽ പ്രസിഡന്റായ സൊസൈറ്റിയുടെ കടബാധ്യതയിൽ നിന്ന് BJPക്ക് ഒഴിയാനേ കഴിയില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. ഈ തീരാനോവിൻ്റെ രോഷമല്ലേ അനിലിൻ്റെ ഭാര്യയും ബന്ധുക്കളും നേതാക്കളെ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്? ഉത്തരം പറയണം രാജീവ് ചന്ദ്രശേഖർ. അവസാന നാളുകളിൽ രാജീവ് ചന്ദ്രശേഖറിനെ കണ്ട് അനിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞതല്ലേ? 12 വർഷം അനിൽ പ്രസിഡന്റായ ആ സൊസൈറ്റിയെ തള്ളിപ്പറയുന്ന നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകനെ കൂടിയല്ലേ തള്ളിപ്പറയുന്നത്? 14-ാമത്തെ വയസ്സിൽ RSS ശാഖയിലൂടെ വന്ന് പതിറ്റാണ്ടുകളായി തലസ്ഥാന നഗരത്തിലെ BJP രാഷ്ട്രീയത്തിൻ്റെ മുഖമായി മാറിയ നേതാവിനുണ്ടായ ദുരന്തം. ചിതയണയും മുൻപ് ആ മനുഷ്യനെ തള്ളിപ്പറയുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഞങ്ങളുടെ സഹപ്രവർത്തക സുലേഖ ശശികുമാർ ഇതല്ലേ രാജീവിനോട് ചോദിച്ചത്? എത്ര ശരിയായ ചോദ്യം, വ്യക്തമായ ചോദ്യം. ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അല്ലാതെ പ്രശ്നമുന്നയിച്ച മാധ്യമ പ്രവർത്തകയെ ആക്ഷേപിക്കുന്നതല്ല മര്യാദ. ഞങ്ങളുടെ ചോദ്യം ഈ സമൂഹത്തിൻ്റെ ചോദ്യമാണ്. മറുപടി പറയാതെ രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ തടി തപ്പി. തിരുമല അനിൽ അതിനുള്ള മറുപടി ഈ നാടിനോട് പറഞ്ഞു, സ്വജീവന്റെ വിലയുള്ള കുറിപ്പിലൂടെ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, KA ബാഹുലയൻ BJP മുൻ ദേശീയ നിർവാഹക സമിതി അംഗം, അംശു വാമദേവൻ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ. ശ്രീ ബാഹുലയൻ ഈ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഞാൻ ശ്രീ അരുൺകുമാറിൽ ചർച്ച ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇന്നലത്തെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രകടനമൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് തിരുമല അനിൽ എന്ന BJP ജില്ലാ ജനറൽ സെക്രട്ടറി, അതുപോലെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായിട്ടുള്ള അനിലിൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പ് കൂടി പുറത്തു വരുമ്പോൾ ഇന്നലെ ഉയർന്ന ചോദ്യങ്ങൾ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരാക്രമം, ഇതൊക്കെ ഏതാണ്ട് കാര്യങ്ങളെ കുറെ കൂടി വ്യക്തതയിലേക്ക് ഇതൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നുണ്ടോ? അരുൺകുമാർ, എന്തു തോന്നുന്നു? ആത്മഹത്യാക്കുറിപ്പ് കൂടി ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് കൂടി പുറത്തു വന്നതോടുകൂടി കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി. സഹകരണ സംഘത്തിലുണ്ടായിട്ടുള്ള ഭീമമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോയി കാണുന്നു, സംസാരിക്കുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം കൂടി ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ വാർഡ് കൗൺസിലറുടെ ഓഫീസിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളത്. ആ ആത്മഹത്യാക്കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ വാചകം, ഞാനോ ഈ സംഘത്തിലെ ഭരണസമിതിയോ യാതൊരു ക്രമക്കേടും ഈ സംഘത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, ഇതെല്ലാം ഇവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നതാണ്. ഇപ്പോൾ 1 രൂപ പോലും അദ്ദേഹം അവിടെ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തട്ടിപ്പ് നടത്തിയത് ആരാണ്? അതുപോലെ ഇത്രയും ഭീമമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ഈ സൊസൈറ്റി പോയത് എങ്ങനെയാണ് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തന്നെ നിക്ഷേപകർക്ക് പലിശ കൊടുത്തു എന്ന് 66 എൻക്വയറിയുടെ ഭാഗമായി ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തസ്തികകളില്ലാത്ത കളക്ഷൻ ഏജന്റിനെ നിയമിച്ചു എന്നുള്ള മറ്റൊരു കണ്ടെത്തൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ അനുമതിയില്ലാതെ സംഘത്തിന്റെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തെളിവ് സഹിതമുള്ള അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതുപോലെ സഹകരണ നിയമത്തിന്റെ
നിയമാവലിക്ക് വിരുദ്ധമായി സി ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വായ്പ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 2.5 കോടിയോളം രൂപ നഷ്ടമുണ്ടാകുന്ന തരത്തിൽ ഈ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ പ്രതിമാസ നിക്ഷേപ പദ്ധതിയുടെ കുടിശ്ശികയായിട്ട് ഏകദേശം 4.25 കോടി രൂപയോളം തിരിച്ചുപിടിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയി എന്നും റിപ്പോർട്ടിലുണ്ട്. അത്തരത്തിൽ എൻക്വയറി റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഗുരുതരമായിട്ട് ഇത്തരത്തിലൊരു സഹകരണ സംഘം തരിപ്പണമായി പോകുന്ന തരത്തിലേക്ക് പോയത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനോ എൻ്റെ ഭരണസമിതിയിൽപ്പെട്ട ഒരാൾ പോലും ഒരു തരത്തിലും ഇത്തരത്തിൽ അഴിമതിയോ തട്ടിപ്പോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത്? അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ആളുകൾക്കെല്ലാം കൊടുത്തു, എല്ലാവരെയും സഹായിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട വി മുരളീധരൻ ചോദിക്കുന്നത് ഈ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന രൂപത്തിൽ വളരെ ധിക്കാരപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് നാം കാണുകയാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് BJP സംസ്ഥാന പ്രസിഡന്റിനെ പോയി കണ്ട് ഈ ആവലാതികളെല്ലാം പങ്കുവയ്ക്കുമ്പോഴും ഉണ്ടായ മറുപടിയും അനുഭവങ്ങളുമെല്ലാം തനിക്ക് താങ്ങാനാകുന്നതിലും വളരെ വലുതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കാം 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ, ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായത്. അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന സംഭവം, ഒരു കവറിൽ 10,000 രൂപ ഇട്ടുവച്ച് ആ 10,000 രൂപ തൻ്റെ മരണാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉള്ള പണച്ചിലവായിട്ട് ഉപയോഗിക്കണം. അതിന് പോലും BJPയുടെ ഭാഗത്തുനിന്ന് ഒരു തുണ്ട് രൂപ പോലും, ഒരു നുള്ളു രൂപ പോലും തനിക്ക് വേണ്ട, തൻ്റെ മരണാനന്തരവും BJPയുടെ ഒരു സഹായവും വേണ്ട എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു കവറിൽ 10,000 രൂപ ഇട്ടുവച്ചത്. അതോടൊപ്പം തന്നെ കാണാൻ വന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റും അടക്കമുള്ളവരോട് നിങ്ങൾ എല്ലാവരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് പൊതുസമൂഹത്തിൽ വെച്ചുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ചോദ്യം. അതുപോലെ ഇത്രയും വർഷം പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ള ഒരു ചോദ്യം. BJP വേണ്ട വിധം സഹായിച്ചിരുന്നു, ഇടപെട്ടെങ്കിൽ ഞങ്ങളുടെ അനിലേട്ടൻ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് നെഞ്ച് തകർന്നുകൊണ്ടുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ഇന്ന് ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും എന്താണ് BJP ചെയ്തത്? അന്ന് രാത്രി, മരണത്തിന്റെ അന്ന് രാത്രി തന്നെ പത്രസമ്മേളനം വിളിച്ച് കൃത്യമായി CPM-നെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ്. അതുപോലെ പോലീസിനെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ്. പലരും വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയോ മരണമൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന രൂപത്തിൽ. ഇവിടെ കൃത്യമായി മനസ്സിലാക്കുന്നത്, സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി തന്നെയാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപകരല്ല കംപ്ലൈന്റ് കൊടുത്തത്. സ്ഥിര നിക്ഷേപം ഇട്ടിട്ട് അത് കിട്ടാത്തവരല്ല കംപ്ലൈന്റ് കൊടുത്തത്. സെക്രട്ടറി പലരും നിക്ഷേപം ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാടും ബഹളമാകുമ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു എന്ന രൂപത്തിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് ഇരുകൂട്ടരെയും, അതായത് നിക്ഷേപം ഇട്ട ആളുകളെയും സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി ആ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു വിട്ടു. വളരെ സൗഹൃദത്തോടെ അത് പിരിയുകയാണുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും പോലീസ് ആ സഹകരണ സംഘത്തിൽ പോകുകയോ സെക്രട്ടറിയെ ആ ഒരു തവണയല്ലാതെ വിളിച്ചു വരുത്തുകയോ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല. സെക്രട്ടറി കൊടുത്ത പരാതിയുടെ ഭാഗമായി ആ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തവണ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ മരണത്തിന്റെ ഘട്ടത്തിൽ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഒരു ഭാഗത്ത് നാം കാണുകയാണ്. രണ്ടാമത്, ഈ സംഘം BJPയുടേതല്ല, BJPക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് 10-15 കൊല്ലം പ്രസിഡന്റായിരുന്ന് ഒരു 5-8 വയസ്സ് മുതൽ തന്നെ ശാഖയിൽ പോയി ഒരു 10-ാം വയസ്സ് മുതൽ തന്നെ സജീവമായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകനായി മാറി തന്റെ ജീവിതം മുഴുവൻ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു നേതാവ് തന്റെ പ്രസ്ഥാനത്തിലെ മറ്റുള്ളവരുടെ ചതിയിൽ പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ കരഞ്ഞു തളർന്ന ആ കുടുംബം, ഹൃദയം തകർന്ന ആ കുടുംബത്തെ ശരിക്കും സഹായിക്കുന്നതിന് പകരം ഈ സഹകരണ സംഘവുമായി BJPക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞത് ഇതിന്റെ ഭാഗമായി നടന്ന തട്ടിപ്പുകളിൽ നിരവധി BJP നേതാക്കന്മാരും അവരുടെ ശിങ്കടികളും ബിനാമികളുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അനിൽകുമാർ പോയി, അതുകൊണ്ട് ഇനി മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി എന്തു നുണയും പറയാം, ഞങ്ങൾക്ക് കഴിയും, പറയും എന്ന BJPയുടെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെയാണ് മാധ്യമപ്രവർത്തകർ ശരിയായ ചോദ്യം ചോദിച്ചത്. 2 ദിവസം മുമ്പ് നിങ്ങളെ വന്ന് കണ്ടില്ലേ? ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന രൂപത്തിൽ താങ്കളെ വന്ന് കാണുമ്പോൾ ആശ്വാസവാക്കുകൾ പറയുകയും അതുപോലെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും ഏതെങ്കിലും തരത്തിൽ സഹകരണ സംഘത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് പകരം എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആര്, കൈരളിയല്ലേ, എന്നോട് ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം ഭാഷയിൽ വിരട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൈരളിയും മറുപടി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റു മാധ്യമങ്ങളെല്ലാം ശക്തമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് BJPയുടെ രീതി. ഭയപ്പെടുത്തുക, അതുപോലെ തന്നെ വെല്ലുവിളിക്കുക, ആക്രമിക്കുക,
ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, അത്തരത്തിലുള്ള ശ്രമം കൃത്യമായി തന്നെ കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തെല്ലാം മറ്റ് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ വലിയ അഹങ്കാരത്തോടെ ചർച്ചയിൽ പങ്കെടുത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പല BJP നേതാക്കന്മാരും നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ കൃത്യമായിട്ടുള്ള BJPയുടെ ഇൻവോൾവ്മെന്റ് പുറത്തു വരുമ്പോഴും പല ബിനാമി നേതാക്കന്മാരുടെ ഇൻവോൾവുകളെ കുറിച്ച് ചർച്ച സജീവമാകുമ്പോഴും സത്യം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് എഫക്റ്റീവായി ഈ ആത്മഹത്യാ കുറിപ്പിനെ തുടർന്ന് അതിലെ വാചകങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അന്വേഷണം നടത്തണം. ആരൊക്കെയാണ് ഇതിൽ ഈ ലോൺ തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നത്, ബിനാമി അക്കൗണ്ടുകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഭരണസമിതിയുടെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും 1 രൂപ പോലും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ആരാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്ന് പരിശോധിച്ച് കണ്ടെത്തുവാനും ആ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടുള്ള സമീപനം പോലീസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിലൂടെ BJPയുടെ തനി നിറം പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇടപെടൽ പോയിട്ടുണ്ടോ എന്നതും ഏറ്റവും ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇവിടെ ശ്രീ ബാഹുലയൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അരുൺ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ സംസാരിച്ച ഒരു കാര്യം കൂടി തുടക്കത്തിൽ പറയട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള, ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറയാനുള്ള വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും BJP എന്ന പാർട്ടിക്കുണ്ട്. നിശ്ചയമായും ആ പാർട്ടിക്ക് അതുണ്ട്. പക്ഷേ ചർച്ചകളിലേക്ക് BJP പ്രതിനിധികളെ, BJP മാധ്യമ വക്താക്കളെ ഈ ചർച്ചയിലേക്ക് വിടാൻ ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ചർച്ചയിലേക്ക് വിഷയം ഇതാണ് എന്നറിയിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്നതുകൂടി പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ടതുണ്ട്. പ്രസിഡന്റിനോട് ചോദിച്ചാൽ പ്രസിഡന്റ് പ്രകോപനപരമായി വളരെ അധിക്ഷേപകരമായൊക്കെ പെരുമാറുകയും വർത്തമാനം പറയുകയും ചെയ്യും. ചർച്ചകളിലേക്ക് വിഷയത്തിൽ ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾ, ദുരൂഹതകൾ എല്ലാം വിശദീകരിക്കാൻ, ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഉത്തരവാദപ്പെട്ട പാർട്ടി അതിന് സന്നദ്ധവുമല്ല എന്നുള്ളതാണ് ഈ ചർച്ചയിൽ. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ BJP പ്രതിനിധി ഇല്ലാത്തത് എന്നത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശ്രീ ബാഹുലയൻ, ഇതിലിപ്പോൾ അരുൺ പറഞ്ഞതിൻ്റെ തുടർച്ചയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യാക്കുറിപ്പ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആത്മഹത്യാക്കുറിപ്പ് വലിയ ഗൗരവമുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചോദ്യങ്ങളായി നിൽക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ കാട്ടുന്നത് അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വലിയശാലയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ, എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അനിലിനെ ഈ ചുമതല, പ്രസിഡന്റ് എന്ന ചുമതല ആരോ ഏൽപ്പിച്ചു എന്നല്ലേ അതിനർത്ഥം. എന്ന് വെച്ചാൽ അതിലൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മനസ്സും കാര്യങ്ങളും അതിലില്ലേ. എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ ഞാനും സെക്രട്ടറിയും ഭരണസമിതിയും യാതൊരു വീഴ്ചകളും വരുത്താതെ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് മരണക്കുറിപ്പിലും ആത്മഹത്യാക്കുറിപ്പിലും അദ്ദേഹം എഴുതി വെക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ പക്ഷേ അവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതയിലേക്ക് ആ സൊസൈറ്റി പോകും വിധം ആരാണപ്പോൾ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്ന ചോദ്യമുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്. എന്ന് വെച്ചാൽ വായ്പ എടുത്തു പോയവർ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് ധാരാളം തുക കിടക്കുന്നു. എന്നാൽ നിക്ഷേപം നടത്തിയ ആളുകൾ, നിക്ഷേപകർ പണം തിരിച്ച് ചോദിക്കുന്നു, കൊടുക്കേണ്ടിയും വരുന്നു. അപ്പോൾ അവിടെയാണ് പറയുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. അതായത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, തിരുവനന്തപുരം നഗരസഭ കൗൺസിലറായിട്ടുള്ള, RSSലൂടെ കടന്നു വന്ന് BJP രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതുന്നു, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ ഞാനും സെക്രട്ടറിയും. 2 കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാതെ മാനസിക ആഘാതം നേരിടുകയാണ്, ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ BJP രാഷ്ട്രീയത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അനിലിൻ്റെ മരണത്തിന് ശേഷം, ആത്മഹത്യയ്ക്ക് ശേഷം ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ അടക്കം മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇപ്പോഴത്തെ നേതൃത്വം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ദുരൂഹതകളാണ് ഇതിൽ നിൽക്കുന്നത്? ഏറ്റവും വലിയ ദുരൂഹത ഈ ഉത്തരവാദിത്വം ഈ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള BJP നേതാക്കൾ ഒരു ശ്രമം നമ്മൾ പരിശോധിക്കണം. ഒന്ന്. രണ്ടാമത്, എന്തിനാണ് ഈ സമനില തെറ്റി ഈ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സംസാരിക്കുന്നത്? പരിശോധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, ഈ രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമപ്രവർത്തകരുടെ മേൽക്കിട്ട് കയറുന്ന ഒരു കാഴ്ച ഞാൻ TV കണ്ടു. തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു മാന്യൻ വലിയ ചിരിയാണ് സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ. എന്നെ ഇത് അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം അവിടെ ഒരു കൗൺസിലറുണ്ട്, പുന്നയ്ക്ക മുകൾ വാർഡ് കൗൺസിലറാണ്, ഒരു ലേഡിയാണ്.
അവർ BJP കൗൺസിലറാണ്. അവർക്കൊരു കർമ്മസേനയുണ്ട്. ആ കർമ്മസേന ധാരാളം പൈസ ലോൺ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. മറ്റൊന്ന് 6 കോടി രൂപയാണ് ആകെ അവിടെയുള്ള നിക്ഷേപം. ഈ 6 കോടി രൂപയെന്ന് പറയുന്നത് ഈ പാവപ്പെട്ട അനിൽ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നുള്ള അനിൽ, വളരെ മാന്യനായ മനുഷ്യൻ, ഈ 6 കോടി രൂപ സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്വരൂപിച്ചിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതിൽ 4 കോടി 10 ലക്ഷം രൂപ ഈ ചിട്ടിയും അതും കാര്യങ്ങളിലുമൊക്കെ പോയി കിടക്കുകയാണ്. അത് തിരികെ കിട്ടുന്നില്ല. ഇവർ ഈ 6 കോടി രൂപയിൽ 4 കോടി 10 ലക്ഷം രൂപ പോയാൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ പൈസ തിരികെ കൊടുക്കുക? അദ്ദേഹം വളരെ വിഷമിച്ച് ഈ നേതാക്കന്മാരെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അവർ കൈമലത്തി. ഇതിനകത്തുനിന്ന് പൈസ കൊണ്ടുപോയവരെല്ലാം കൈമലത്തി. ഈ പറയുന്ന പിന്നെ ഈ പുന്നയ്ക്കാമുകൾ അവിടുത്തെ ആ കൗൺസിലർ ലേഡി, അവർ വിജിലൻസ് കേസിൽ പ്രതിയാണ്, അന്വേഷണം നേരിടുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ മരിച്ചൊരാൾ കിടക്കുന്നു, ഒരു പത്രസമ്മേളനം, എവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ ഇവർക്ക്? ആ പാവപ്പെട്ട അധ്യാപിക അവർ ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയൊക്കെ ഞങ്ങൾ സഹായിച്ചല്ലോ, ഞങ്ങളുടെ ആൾ പോയല്ലോ, നിങ്ങൾ കാരണം അദ്ദേഹം പോയല്ലോ എന്നല്ലേ പറയുന്നത് വിലപിച്ചുകൊണ്ട്. അതിലെന്ത് മറുപടി ഇവർ പറഞ്ഞു? ഇവർ സമനില തെറ്റി വേറെ നേതാക്കന്മാർ ചിരിച്ചും കളിച്ചും പത്രസമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് ഞാൻ കണ്ടല്ലോ. ഇത് ഈ അനിൽ ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനിലിനെ എനിക്ക് ഈ പാർട്ടിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാം. എത്ര നല്ല മനുഷ്യനാണ്. നമ്മൾ ഈ കോർപ്പറേഷനിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ആത്മാർത്ഥമായി ചെയ്തു തരുന്ന ഒരാളായിരുന്നു. യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്യാത്ത, യാതൊരു അഴിമതി നടത്താത്ത ആളാണ് അദ്ദേഹം. എന്നിട്ട് അതിലെ ബോർഡ് മെമ്പർമാർ ഈ പുന്നയ്ക്കാമകൾ ആ ലേഡി കൗൺസിലർ, എനിക്ക് തോന്നുന്നു അവർ അതിൻ്റെ ബോർഡ് മെമ്പറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളെ ബോർഡല്ല, ഇതെല്ലാം പണം അടിച്ചുകൊണ്ട് പോയത് ഈ പാവപ്പെട്ട മനുഷ്യനാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ട് എന്ന് ഓർക്കണം. 2 പെൺകുട്ടികൾ, 2 കുഞ്ഞുങ്ങളുള്ളൊരു അമ്മ അവിടെ ഉണ്ടെന്ന് ഓർക്കണം. അവർ ടീച്ചറാണെന്ന് ഓർക്കണം. അവർ വിലപിക്കുകയാണെന്ന് ഓർക്കണം. അവരെ സമാശ്വസിക്കേണ്ട കടമ അവർക്കുണ്ട്. അതൊന്നും ചെയ്യാതെ പത്രക്കാരെ മേക്കിട്ട് കയറിയാൽ മതിയോ? റൈറ്റ്. ഇതിലിപ്പോൾ ഒരു കാര്യം കൂടി ശ്രീ ബാഹുലേൻ, ആ കുടുംബം ഇപ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ അരുണും സൂചിപ്പിച്ചതാണ്, നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നില്ലേ എന്ന് അവരടക്കം വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ കാണുമ്പോൾ ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ളൊരു വലിയ ഞെട്ടലിൽ അങ്ങനെ പറയുന്നൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ നേതാക്കൾ വരുമ്പോൾ അവരോട് പറയാന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇക്കാര്യങ്ങളൊക്കെ പല ഘട്ടത്തിലും ഈ നേതാക്കളോട് ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാകണം. ഇദ്ദേഹം ആ നിലയിൽ തന്നെ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടയാളാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ശ്രീ ബാഹുലേൻ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വന്നത് ഇങ്ങനെയായിരുന്നു. മരണം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമല അനിലിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു രാജീവ് ചന്ദ്രശേഖർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന അനിൽ വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ്. വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഘാതം സ്വാഭാവികമായും അറിയിച്ചിരിക്കാൻ ഇടയുണ്ട് എന്ന് ധരിക്കാം. 2 ദിവസം മുൻപും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ സമയത്ത് മരണവാർത്ത അറിഞ്ഞ് 2 ദിവസം മുമ്പ് എഴുതിയത്. സ്വാഭാവികമായും പത്രക്കാർ അത് ചോദിക്കില്ലേ, നിങ്ങളപ്പോൾ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്, എന്തു പറഞ്ഞു, എന്തെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചോ? അത് ചോദിക്കാൻ കാര്യമുണ്ട്. ഇന്നലെ ആത്മഹത്യാക്കുറിപ്പില്ല ശ്രീ ബാഹുലേൻ, പക്ഷേ ഇന്ന് വന്ന ആത്മഹത്യാക്കുറിപ്പ് ആ ചോദ്യത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നില്ലേ? കാരണം അനിൽകുമാർ എഴുതുന്നത് എന്താണ്, ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ സുഹൃത്തുക്കളോട് ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്, പോലീസിലേക്ക് മൊഴി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, നേതാവായിട്ടുള്ള ഒരാൾ, സ്വാഭാവികമായും ഈ നമ്മുടെ ആൾക്കാരെ ഒരുപാട് സഹായിച്ച ഒരാൾ സ്വാഭാവികമായും അതിലൂടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തിപ്പെട്ടാൽ ശ്രീ ബാഹുലേൻ, ഇതുപോലൊരു നേതാവ് പാർട്ടിയുടെ സഹായം തേടാൻ വലിയ സാധ്യതയില്ലേ? അതുകൊണ്ടാണോ ആ കുടുംബം ആ കരഞ്ഞു കലങ്ങിയിരിക്കുമ്പോഴും പറഞ്ഞത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തല്ലോ എന്ന്, അല്ലെങ്കിൽ ആ മട്ടിൽ പറയേണ്ടി വരുന്നത് പറഞ്ഞത് അതുകൊണ്ടാവുമോ?
തീർച്ചയായിട്ടും കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നത് രാജീവിനെ കണ്ടപ്പോൾ രാജീവിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് കാണണം ഈ പാവം അനിൽകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജീവ് കൈമലർത്തി കാണും. കൈമലർത്തിയ കാര്യം കണ്ണുനീരോടുകൂടി ഭാര്യയോട് പറഞ്ഞു കാണും. തീർച്ചയാണ് കാര്യം. ആ സാഹചര്യം അതാണ് വെളിവാക്കുന്നത്. എന്നിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം അനിൽകുമാറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഈ പറയുന്ന ഈ ക്ഷുഭിതരായവരും ചിരിച്ചു കളിച്ച് നിന്നവരും ആരും പങ്കെടുത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയാണോ? ആകെ പങ്കെടുത്തത് ആ മുരളീധരൻ മാത്രമാണെന്നാണ് ഞാൻ അറിഞ്ഞത് ശവസംസ്കാര ചടങ്ങിന്. അത് ശരിയാണോ? എന്നിട്ട് ഈ അനിൽകുമാറിനെ എൻ്റെ മുകളിൽ ഉത്തരവാദിത്വം മുഴുവൻ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. വളരെ കഷ്ടമാണ് ഈ കാര്യം. കേരളം ലജ്ജിക്കണം. ഒന്നാമത്തെ കാര്യം, അഴിമതി കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു പിന്നെ ഇതാണ് സൊസൈറ്റികളെല്ലാം അവരുടെ. വെങ്ങാനൂർ സൊസൈറ്റിയിൽ വെങ്ങാനൂർ സതീഷ് അന്വേഷണം നേരിടുന്നു. അവിടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ട്രാവൻകൂർ തിരുവിതാംകൂർ ബാങ്ക് പൊളിഞ്ഞ് പാളിഷായി. പിന്നെ അവരുടെ ഇവിടെ തിരുവനന്തപുരം 2ഓ 3ഓ ബാങ്ക് പൊളിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാം BJP ആണ്. എന്നിട്ട് പോക്കറ്റ് കടിക്കാരൊക്കെ പിന്നെ ഓടുമ്പോൾ പിറക്ക് വഴി പിടിച്ചോ എന്ന് പറഞ്ഞ് ഓടുമ്പോഴാണ് ഇവരുടെ പരിപാടി. എവിടെയെങ്കിലും ഏതെങ്കിലും സൊസൈറ്റിയിൽ ചെറിയത് വന്നാൽ പിന്നെ അവർ ലോകം മുഴുക്ക. അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്, കേന്ദ്രമന്ത്രി. എല്ലാ കടവും തീർത്തു കൊടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. വരട്ടെ. ഇവർ 2.5 കോടി രൂപയാണ് ഒരു മാസം അവരുടെ പാർട്ടി ഓഫീസിൻ്റെ ചെലവ്. 2.5 കോടിയാണ്. ഈ പറയുന്ന രാജീവ് തന്നെ 100 കണക്കിന് കോടി സ്വത്തുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ 4 കോടി 10 ലക്ഷം രൂപ വളരെ നിസ്സാരമായി കൊടുക്കാൻ കഴിയും. ഒരു രോമം കൊഴിയുന്ന ലാഘവത്തോടെ കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ടത് ചെയ്തില്ല? അവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ കണിക ഇവർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് വരാം. അംശു, തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ്. BJPയുടെ വളരെ പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു മുഖമായിട്ടുള്ള ഒരു നേതാവാണ് അനിൽകുമാർ. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് സഹപ്രവർത്തകനാണ്. ആ നിലയ്ക്ക് നഗരസഭയിൽ നിങ്ങൾ ഒന്നിച്ച് കൗൺസിലറുമായി പ്രവർത്തിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് BJPയുടെ ലീഡർഷിപ്പിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടോ? ഇന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJPയുടെ ലീഡർഷിപ്പിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അനിലിനെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടായില്ല, ചതിക്കുകയായിരുന്നു, ഒറ്റപ്പെടുത്തുകയായിരുന്നു. നേരത്തെ അത് CPIMന് നേരെ, പോലീസിന് നേരെ എന്ന നിലയിലേക്കുള്ളൊരു ആഖ്യാനം രൂപപ്പെടുത്താനാണോ BJP ശ്രമിച്ചത്? പക്ഷേ ഇന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് വന്നതോടെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറേ കൂടി മനസ്സിൽ ഉറപ്പിക്കും വിധമാണോ സംഭവിച്ചിട്ടുള്ളത്? അംശു. തീർച്ചയായിട്ടും ശരത്, ഞങ്ങൾ തിരുവനന്തപുരത്തെ നമ്മുടെ നഗരസഭയിലെ കൗൺസിലർമാരെ സംബന്ധിച്ചും തിരുമല അനിലിനെ അടുത്തറിയാവുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ഞങ്ങൾ ഇപ്പോഴും ആ മാനസിക ആഘാതത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. ഇവിടെ ഈ കൈരളിയുടെ ഫ്ലോറിൽ തന്നെ തിരുമല അനിൽ BJPയുടെ പ്രതിനിധിയായും ഞാൻ CPMൻ്റെ പ്രതിനിധിയായും നിരവധി ചർച്ചകൾ ഞങ്ങൾ ഇതേ ഫ്ലോറിൽ, ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഫ്ലോറിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഒരു മാനസിക ആഘാതം ഞങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ തിരുമല അനിലിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് നീതി ഉറപ്പാക്കാനും ശ്രമിക്കേണ്ടത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ അവരുടെ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എടുക്കുന്ന നിലപാട് തീർത്തും വേദനാജനകമാണ്. യഥാർത്ഥ തിരുമല അനിലിനെ അറിയാവുന്നവർക്കറിയാം. ഇപ്പോൾ BJP എന്ന് പറയുന്ന അദ്ദേഹം വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ അനിൽ, പ്രത്യേകിച്ച് നഗരസഭയിൽ. അത് അങ്ങനെ ആത്മാർത്ഥവും കൂറും പുലർത്തിയ പ്രസ്ഥാനത്തിന് വേണ്ടി 10-40 കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നീതി ലഭ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചു. അതിനുശേഷവും അദ്ദേഹത്തിന് വിടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ അകത്തോട് നീതി പുലർത്താൻ സംസ്ഥാന അധ്യക്ഷനോ തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സംസാരിച്ച അരുൺകുമാറും ശ്രീ ബാഹുലേനും ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവർ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതറിഞ്ഞ് മുഴുവൻ ആളുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലെ പൊതുപ്രവർത്തകരും കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മേയറും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സംഭവം നടന്ന സ്ഥലത്ത് വാർഡ് ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതോടൊപ്പം യാത്ര ചെയ്തവരാണ്. അവിടെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനഃപൂർവ്വം ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ജില്ലയിലെ BJPയുടെ നേതാക്കന്മാർ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വളരെ ആസൂത്രിതമാണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താ കാരണം?
യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയുടെ കാരണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തെ തള്ളിവിട്ടത് ഞങ്ങളാണ് എന്ന തിരിച്ചറിവ് അവർക്കുള്ളതും ഇത് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനെ സംബന്ധിച്ചുമാണ് അവിടെ ഒരു തർക്കം നടന്നത്. അതിനുശേഷം നടന്ന നേരെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു മെഡിക്കൽ കോളേജിൽ. ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ അംഗണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു. അതിനുശേഷം SK ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് പോവാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് നേരെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പോകുന്നത് വാർത്താ സമ്മേളനം നടത്താനാണ്. എന്തിനാ വാർത്താ സമ്മേളനം? ഈ അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? യഥാർത്ഥത്തിൽ തിരുമല അനിലിൻ്റെ കുടുംബത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കണ്ട് അവരെ ആശ്വസിപ്പിക്കാനുള്ള സമയത്ത് ജില്ലാ അധ്യക്ഷൻ നേരെ പോയത് വാർത്താ സമ്മേളനം നടത്താനാണ്. ആ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? CPMൻ്റെയും പോലീസിൻ്റെയും ഗൂഢാലോചന. തിരുമല അനിലിനെ സംബന്ധിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് അന്വേഷിക്കണം. നിങ്ങൾക്ക് തിരുമല അനിലിനെ അറിയാം. CPM അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ, പോലീസ് ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹം ഭീഷണിക്ക് വഴങ്ങുന്ന ഒരാളായിരുന്നോ തിരുമല അനിൽ? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന BJPയുടെ പ്രവർത്തകർ ചിന്തിക്കണ്ടേ, അങ്ങനെയുള്ള ഒരാളായിരുന്നോ തിരുമല അനിൽ? നിങ്ങളറിയുന്ന, നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച, നിങ്ങളുടെ നേതാവായ, നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ, ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന, എത്രയോ കാലമായി സ്വയം സേവകനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നോ? എങ്കിൽ ആ ആഘാതത്തിൻ്റെ പേരിലായിരുന്നെങ്കിൽ ആത്മഹത്യാ കുറിപ്പിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് എഴുതി വയ്ക്കാൻ പേടിയുള്ള ആളായിരുന്നോ തിരുമല അനിൽ? എന്ത് നീതികേടാണ് BJPയുടെ നേതാക്കന്മാർ ഈ പറയുന്നത്? എത്ര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത്, എന്നെ ഒറ്റപ്പെടുത്തിയത്, എന്നെ മാനസികമായി തളർത്തിയത് എൻ്റെ പ്രസ്ഥാനമാണ് എന്ന് ആ ആത്മഹത്യാ കുറിപ്പിനകത്ത് കൃത്യമായി പറയല്ലേ. എനിക്ക് ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് വിഷമമുണ്ട് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയല്ലേ. നമ്മുടെ ആളുകൾക്ക് വായ്പ കൊടുത്തു. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ചെന്ന് കണ്ട് അനിൽ അനിലേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുക ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് BJPയുടെ ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരുടെയും ശുപാർശ പ്രകാരം അവരുടെ ആളുകൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ള വലിയ വലിയ തുകകളാണ്, അത് തിരിച്ചടയ്ക്കാൻ അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു തിരുവല്ല അനിലേട്ടനെ പോലെ ഒരാൾ ചെന്നിട്ട് എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണമെന്ന് ഒരു കാരണവശാലും പറയാൻ അദ്ദേഹത്തെ പോലെ അഭിമാനിയായ ഒരാൾ തയ്യാറാകുമെന്ന് കുറച്ച കാലത്തെ പരിചയം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ അടുത്തേക്ക് പോകും. അതായത് അംശു പാർട്ടിക്കാരായി വന്ന് പാർട്ടി ശുപാർശയിൽ ഇങ്ങനെ വായ്പയൊക്കെ എടുത്തു പോയ ആളുകൾ, നേരത്തെ അരുൺകുമാർ അത് സൂചിപ്പിക്കുകയും ചെയ്തു, വായ്പ എടുത്തു പോയ ആളുകളെ വായ്പ തിരിച്ചടയ്ക്കാൻ നിർബന്ധിക്കണം, അത് അവരോട് പറയണം, ആ രീതിയിൽ സഹായിക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അത് ഒരു തരത്തിലും ഈ നേതൃത്വം ചെവിക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കണ്ടു, അല്ലെങ്കിൽ അനിൽ അത് അനുഭവിച്ചോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അനിൽ തീർക്കട്ടെ എന്ന നിലയിലേക്ക് പാർട്ടിയോട് അത്രയും വിശ്വാസവും കൂറും ആത്മഹത്യാ കുറിപ്പിൽ പോലും അദ്ദേഹം അത് പങ്കുവയ്ക്കുന്നുണ്ട്. ആ പ്രവർത്തകരോടുള്ള വിശ്വാസം അദ്ദേഹം കാത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞിട്ടുണ്ടാവുക സ്വാഭാവികമായി അതല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്യാം എന്ന ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് ഒരു വാക്കുകൊണ്ടെങ്കിലും ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ഒരു കരുത്ത് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഈ മരണത്തിലേക്ക് പോകുമായിരുന്നു. ഇവരൊക്കെ നേരത്തെ ബാഹുലേനും പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ, സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അനിലിൻ്റെ ഭാര്യ ഇങ്ങനൊരു വലിയ വേദന പങ്കുവെച്ചു എന്ന ഒരു വർത്തമാനം പൊതുവിലുണ്ടല്ലോ. നിങ്ങളും കേട്ടോ? അല്ല, ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനത് ഇവിടെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തല്ലോ അതേ ഈ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് മാത്രമല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ ആ വാചകമാണ് ഉപയോഗിച്ചത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അനിച്ചേട്ടനെ നഷ്ടമാകില്ല എന്നാണ് അനിലേട്ടൻ്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത്. അത് എങ്ങനെയാണ് ആ ഭാര്യയ്ക്ക് മക്കൾക്ക് എങ്ങനെയാണ് താങ്ങാൻ കഴിയുക? അപ്പോൾ സ്വാഭാവികമായും സഹായിച്ചില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പോൾ ഇവിടെ ശ്രീ ബാഹുലേയൻ അത് സൂചിപ്പിച്ചു, അവർക്ക് ആ ബോധ്യമുണ്ടാകും, അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. യെസ്, ശ്രീ ജേക്കബ് ജോർജ്, ഇതെല്ലാം ഈ സംഭവങ്ങളൊക്കെ താങ്കളിങ്ങനെ ഇവരൊക്കെ പറയുന്നത് കൂടി കേട്ടുകൊണ്ടാണല്ലോ ഈ ചർച്ചയിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ നേതൃത്വം വലിയ നിസ്സംഗത ഒരു ഘട്ടത്തിൽ കാട്ടുന്നു, അതിനുശേഷം മരണത്തിന് ശേഷം എങ്ങനെയും ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക, ഇതിനുള്ളൊരു വെപ്രാളം കാണിക്കുക. ഇന്നലെയൊക്കെ ആ ബാങ്കിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എന്തൊരു പുകിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്. സുലേഖ അങ്ങോട്ട് ചോദിക്കുമ്പോൾ
തല്ലിയില്ലാന്നേ ഉള്ളൂ, ഏറ്റവും മോശപ്പെട്ട നിലയിൽ പ്രതികരിക്കുക. നമ്മൾ പല ഘട്ടങ്ങളിലൂടെ വാർത്താ സമ്മേളനങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ ക്ഷുഭിതരാകുന്നതോ അല്ലെങ്കിൽ തിരിച്ച് ശക്തമായി മറുപടി പറയുന്നത്, ഇതൊക്കെ വിട്ടിട്ട് വേറെ ലെവലിൽ പോയി നിന്നിട്ടാണ് ഒരു പാർട്ടിയുടെ BJP സംസ്ഥാന അധ്യക്ഷൻ പെരുമാറിയത്. ഇനി ആത്മഹത്യാക്കുറിപ്പ് വരുമ്പോൾ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു നേതൃത്വത്തിൻ്റെ അങ്കലാപ്പ്, ഇതിനകത്ത് നിന്ന് കൈയൊഴിയാനുള്ളൊരു വ്യഗ്രത, അങ്ങനെ പലതും എല്ലാവരും ആരെങ്കിലും സംശയിച്ചാൽ ആ ദുരൂഹതകൾ ഇതിനകത്തുണ്ട് പലതും എന്ന് തോന്നിയാൽ ആരെങ്കിലും കുറ്റം പറയാൻ കഴിയുമോ? അല്ല, ഒരുപക്ഷേ ഇതിൻ്റെ ഒരു കുറ്റബോധം BJP നേതൃത്വത്തിന് ഉണ്ടാവാം, തീർച്ച. കാരണം അദ്ദേഹം പ്രഥമ ദൃഷ്ടിയ അദ്ദേഹത്തിൻ്റെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് BJP നേതൃത്വം ഇടപെട്ടില്ല എന്ന് തന്നെയാണ്. BJP നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിനടുത്ത് പോയതാണ്. സംസ്ഥാന അധ്യക്ഷൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടും, ഒരാശ്വാസവാക്കെങ്കിലും കിട്ടും എന്ന് കരുതിയാവണം പോയത്. കാരണം ഒരു മനുഷ്യൻ മരണത്തെ ഇങ്ങനെ നേരിടുകയാണ്, മരിക്കാൻ ഒരുങ്ങുകയാണ്, ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂർ എണ്ണി നീക്കുകയാണ്. എന്തെങ്കിലും ഒരു പിടിവള്ളി കൊടുത്തിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു പിടിവള്ളി ആ അനിൽകുമാറിന് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരന്തം BJPക്ക് പോലും ഉണ്ടാവുമായിരുന്നില്ല. ഇതിപ്പം BJP നേരിടുന്ന ശക്തമായൊരു ഭീഷണിയാണ്. ഇത് പ്രാദേശിക ബോഡികളിലേക്കുള്ള ലോക്കൽ ബോഡി സെലക്ഷൻ നടക്കാൻ പോവുകയാണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത മാസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. ആ സാഹചര്യത്തിലാണ് ഒരു നിസ്സാരമായ ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ബാധ്യതയല്ല. അയാളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സഹായിച്ചതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സഹായിച്ച ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ഗൃഹനാഥൻ, ഒരു വീടിൻ്റെ എല്ലാമായിരുന്ന ഒരാൾ, BJP RSSൻ്റെ RSSൽ ചെറുപ്പകാലം മുതൽ, ബാല്യം മുതൽ പ്രവർത്തിച്ചിരുന്ന അയാളൊക്കെ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ബാങ്കിലെ കുഴപ്പം, തൻ്റേതല്ലാത്ത കുഴപ്പങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടി പിന്നെ എന്തിനാണ് ശരത്തെ? ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ അംഗങ്ങൾക്കൊരു സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ, അതിൻ്റെ അംഗങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുത്തില്ലെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം മറ്റെന്താണ്? സംസ്ഥാന പ്രസിഡന്റിനെ അനിൽകുമാർ സമീപിച്ചത് തീർച്ചയായിട്ടും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആശാകിരണം പ്രതീക്ഷിച്ചാണ്. അത് കിട്ടിയില്ല. അദ്ദേഹത്തിന് ദയനീയമാണ്. അതിൽ തോറ്റതിന്, അതിലൊക്കെ പരാജയപ്പെട്ടതിന്, അതിൻ്റെ കുറ്റബോധം പേറിക്കൊണ്ട് തീർച്ചയായിട്ടും പത്രക്കാരുടെ മേലെ മെക്കിട്ട് കയറിയ നടപടി ഒരിക്കലും ഭൂഷണമല്ല. കേരളം പോലെ ഉയർന്ന നിലയിലുള്ള മാധ്യമ പ്രവർത്തനം, അതേപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം, നമുക്ക് ധൈര്യമായിട്ട് പറയാം, കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ നിലവാരമുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും ഒരു വലിയ നിലവാരമുണ്ട്. ഞാൻ പറയും, ലോക നിലവാരം തന്നെ ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ആ ദിവസം ചോദിക്കാനുള്ള വേറെ ഏത് ചോദ്യമാണുള്ളത് എന്ന് നേതാക്കന്മാരൊക്കെ മറുപടി പറയട്ടെ. രാഷ്ട്രീയ പാർട്ടികളുടെ ആ ചോദ്യമല്ലേ പ്രസക്തമായ ചോദ്യം? ആ ഒരൊറ്റ ചോദ്യമാണ് സുലേഖ എന്ന റിപ്പോർട്ടർ, കൈരളിയുടെ റിപ്പോർട്ടർ ചോദിച്ചത്. അതിനാണ് സുലേഖയുടെ മേലെ നീയെന്നൊക്കെ വിളിച്ച്, അയ്യോ ഇങ്ങനെ സംസ്കാരമില്ലാത്ത വർത്തമാനം നമ്മുടെ കേരളത്തിലെ ഒരു നേതാവും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ഒരിക്കലും ആരും പറയാറില്ല. ഞങ്ങളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തെ പത്രക്കാർ, ശരത്തിന് അറിയാമല്ലോ, നമ്മളൊക്കെ ഇവിടെ എത്രയോ കാലം റിപ്പോർട്ടിങ് നടത്തിയിട്ടുള്ളതാണ്, എത്രയോ വർഷങ്ങൾ. അതിനകത്ത് ജന്മഭൂമിയുടെ ലേഖകരുണ്ട്, ചന്ദ്രികയുടെ ലേഖകരുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ് ചന്ദ്രിക. ജന്മഭൂമി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രമാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. ഒന്നിച്ച് വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യും. ഒന്നിച്ച് ഞങ്ങൾ യൂണിയൻ്റെ നേതൃത്വത്തിലിരിക്കും. എന്ത് സാഹചര്യം? ആ ഒരു സാഹചര്യവും ഒരു സൗഹൃദവും എന്തുകൊണ്ട് പത്രക്കാരോട് കാണിക്കാൻ ഒരു നിർണായക ഘട്ടത്തിൽ ചില നേതാക്കൾക്ക് കഴിയുന്നില്ല? അത് തീർച്ചയായിട്ടും കഷ്ടമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങേയറ്റം കഷ്ടമാണ്. ഇന്നേതായാലും പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് അങ്ങേയറ്റം നന്നായി. ഇതൊക്കെയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുകൂടാ എന്ന്
ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങേയറ്റത്തെ മാന്യതയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം എല്ലാ മാന്യതയുടെ എല്ലാ അതിരുകളിലും ലംഘിച്ചാണ് അതിലൊരു സംശയവും അതിനകത്തില്ല. അതിനകത്ത് അങ്ങനെ ഇനി രണ്ടു പക്ഷമില്ലാത്ത വിധം അത് ഏറ്റവും മോശപ്പെട്ട ഒരു പെരുമാറ്റമായി പോയി അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ അതിന് ഈ പൊതുസമൂഹത്തോടും അവരോടും മാപ്പ് പറയുന്ന നിലയിൽ മാതൃകാപരമായി പെരുമാറാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകേണ്ടതല്ലേ? ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇതുപോലെ തന്നെ വളരെ മോശപ്പെട്ട നിലയിലൊരു പെരുമാറ്റം PC ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ മാധ്യമങ്ങളെല്ലാം നിൽക്കുമ്പോൾ പൊതുവായി ആക്ഷേപകരമായ ഒരു പരാമർശം ഉണ്ടായപ്പോൾ അന്ന് ഞങ്ങളുടെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ഇത് ശരിയല്ല, ഈ നിലപാട് പാടില്ല, ഇത് പരാമർശം പിൻവലിക്കണം എന്ന് ശക്തമായി പറഞ്ഞപ്പോൾ വളരെ PC ജോർജ് അദ്ദേഹത്തിൻ്റെ ശൈലിയിലൊക്കെ മറുപടി പറഞ്ഞൊക്കെ നോക്കി വലിയ വിവാദമായത് മാറി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ PC ജോർജ് പിറ്റേ ദിവസം ആ സഹോദരിക്കുണ്ടായ ദുഃഖത്തിൽ അല്ലെങ്കിൽ ഉണ്ടായ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ അതിൽ ഖേദം പറഞ്ഞുകൊണ്ട് PC ജോർജ് പോലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടത് വളരെ ന്യായമായ ഒരു ആവശ്യമല്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതെ, തീർച്ചയായിട്ടും അത് കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇതിനു മാത്രം എടുത്തു ചാടാനും ഗർജിക്കാനും അട്ടഹസിക്കാനും മാത്രം എന്തുണ്ടായി ഇവിടെ? നിർദോഷമായ ചോദ്യങ്ങളാണ് പ്രശ്നം. ജേക്കബ് ജോർജ് നോക്കൂ, ജേക്കബ് ജോർജ് അതൊരു വെറുതെ കേവലം BP ഉയർന്നിട്ടോ അനിലിൻ്റെ മരണത്തെ തുടർന്ന് ആകെ വല്ലാത്തൊരു വൈകാരിക വിക്ഷോഭത്തിൽ നിൽക്കുന്നതിൻ്റെ ഒന്നും പ്രശ്നമല്ല. സുലേഖ ചോദിച്ച ചോദ്യം, ഞാൻ ആ പോയിന്റിലേക്ക് കൂടി വരാം. ഞാൻ അരുൺ, അത് പ്രധാനമായി നോക്കണ്ടേ? സുലേഖ ചോദിച്ച കൈരളി വാർത്താ സംഘം ചോദിച്ച ചോദ്യം എന്താണ്? ഈ ബാങ്ക് BJPയുടെ ആണോ? അപ്പോൾ അദ്ദേഹം പതുക്കെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അല്ല, ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്ന് ഉറപ്പോടെ പറയുന്നു അല്ല എന്ന് പറയുമ്പോൾ അരുൺ കണ്ടു കാണും. അല്ല എന്ന് പറയുമ്പോഴേക്ക് ഇദ്ദേഹം ഉറപ്പിച്ചങ്ങ് പറയുകയാണ് അല്ല. ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ആദ്യ വാചകം ഞാൻ വെറുതെ വായിച്ചതല്ല, അനിൽ എഴുതുന്ന കണ്ടില്ലേ, എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ ഞാനും സെക്രട്ടറിയും ഭരണസമിതിയും എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് എന്താണ് അരുൺ അതിൻ്റെ അർത്ഥം? എന്നെ ഏൽപ്പിച്ച എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ഏൽപ്പിച്ചു എന്നാണോ? അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നൊരു പഞ്ചായത്ത് കൂടി എന്നാൽ നിങ്ങളിനി അങ്ങായിക്കോൾ എങ്ങനെയാണോ? എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ആ പരസ്യമായി അവിടെ ആ ചോദ്യത്തിന് മുമ്പിൽ പറഞ്ഞത് എത്രമാത്രം ശരിയില്ലാത്ത കാര്യമാണ്? അരുൺ, കേൾക്കാനാവുന്നില്ല. അരുൺ കേൾക്കുന്നില്ല. റൈറ്റ്, അരുൺ ഓഡിയോ കട്ടായിട്ടുണ്ട്. അരുൺ ഓഡിയോ കട്ടായിട്ടുണ്ട്. ഞാൻ ശ്രീ ബാഹുലയനോട് ഞാൻ ഈ ചോദിച്ച കാര്യം തന്നെ അതുതന്നെ ശരിയല്ലാത്ത കാര്യമല്ലേ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞത്? ആവർത്തിച്ച ആ പെൺകുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ അല്ല, ആ ബാങ്ക് ഞങ്ങളുടെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രസിഡന്റ് നോക്കൂ, അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ആദ്യ വരിയിൽ എഴുതി വെക്കുന്ന അങ്ങനെയാണ്, എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ. ശ്രീ ബാഹുലയൻ, എന്താണ് അതിൻ്റെ അർത്ഥം? അത് BJP എന്നെ ഏൽപ്പിച്ചത്. അത് മാത്രമല്ല, എൻ്റെ പ്രിയ സുഹൃത്ത്, ദീർഘകാലമായ സുഹൃത്താണ് ജേക്കബ് ജോർജ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ, കേരളം വളരെ ലോക നിലവാരത്തിലുള്ള മാധ്യമ പ്രവർത്തനം ഉള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ കേരളീയൻ സാങ്കേതികമായി മാത്രമാണ് ഈ പറയുന്ന ആൾ. ഈ രാജീവ് വെറും സാങ്കേതികമായ മലയാളം പോലും അദ്ദേഹത്തിന് നേരെ അറിയില്ലല്ലോ. മലയാളത്തിൻ്റെ സംസ്കാരം അറിയില്ലല്ലോ. കേരളം എന്താണെന്നറിയില്ലല്ലോ. അദ്ദേഹം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ വടക്കേ ഇന്ത്യ പോലെ എന്ത് തോന്നിയവാസം ആരെയും പറയാം. കാരണം അവിടെയെല്ലാം മാടമ്പിത്തനമാണല്ലോ. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. രാജീവിന് തെറ്റി. ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ്. യാതൊരു മര്യാദയില്ലാതെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത രാജീവിനുണ്ടാവും എന്ന് നമ്മളെല്ലാം തരുത്. പക്ഷെ ഞാനൊരിക്കൽ പറഞ്ഞു, ഈ മുതലാളി പരാജയമായിരിക്കും. കേരളത്തിന് തന്നെ ഒരു ശാപം ഉണ്ടാക്കും. പറഞ്ഞിരുന്നു ബാഹുലയൻ. അത് ആരോടാണ് പറഞ്ഞത്? കാരണം പണി പാളും എന്നെനിക്ക്. ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ്. അതായത് BJP ലീഡർഷിപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെയാണോ? നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വരാൻ കാര്യം കാരണം മോദി അമിത്ഷാ കേന്ദ്രത്തിൽ നിന്ന് വലിയ പദ്ധതികളോടെ ഇവിടേക്ക് പ്രസിഡന്റായി കൊണ്ടുവന്നയാളല്ലേ? അങ്ങനെ ഒരാളെ കുറിച്ച് BJP ദേശീയ കൗൺസിലും മറ്റും ഇരിക്കുന്ന ഒരാൾ, അതിൻ്റെ ഇവിടുത്തെ മൈനോറിറ്റി മോർച്ച, ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ, അതും പരസ്യമായി പറയണമെങ്കിൽ? ഞാനൊരിക്കലും ന്യൂനപക്ഷ മോർച്ചയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല.
അതൊരു വർഗീയ മോർച്ചയാണ്. ഞാൻ വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിച്ച് ശീലമുള്ളവനാണ്. അങ്ങനെ പറയാൻ കാരണം ചുരുങ്ങിയ കാലം ഞാൻ അവിടെ ഇലക്ഷൻ വർക്കിന് പോയി തിരുവനന്തപുരത്ത്. അപ്പോൾ അങ്ങനെയുള്ള രീതികളെല്ലാം ഒരു മുതലാളി രീതിയാണ്. മുതലാളി രീതി കേരളത്തിൽ ചിലവാകുമോ? ഇവിടെ നമ്മൾ കണ്ട മുതലാളി നമ്മളെ യൂസഫ് അലി സാഹിബ്, അങ്ങനെയുള്ള വളരെ മാന്യമായ മനുഷ്യ സ്നേഹപരമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ കണ്ടു വളരുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു മുതലാളി ഈ തരത്തിൽ മുതലാളിത്ത മനോഭാവമുള്ള ഒരു നേതാവ് ഒരു പാർട്ടിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേ എനിക്കറിയാം ഇതൊരു ലോക പരാജയമായിരിക്കുമെന്ന്. അതിപ്പോൾ കാണിച്ചില്ലേ? എന്തിനാണ് ഈ ദേഷ്യപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? ജേക്കബ് ജോർജ് കറക്റ്റായിട്ട് വിലയിരുത്തി പറഞ്ഞു, അത് കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വികാരമാണ്. വല്ലാത്ത കുറ്റബോധം. കാരണം സഹായിക്കാൻ സാധിച്ചില്ല, ഒരു നല്ല വാക്ക് പറയാൻ സാധിച്ചില്ല ആ പാവത്തിനോട്. നേരത്തെ കൗൺസിലർ പറഞ്ഞ പോലെ ആത്മാഭിമാനം അദ്ദേഹത്തിനുണ്ട്. ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം ചോദിച്ചില്ല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കാമോ? ഫണ്ടുള്ള പാർട്ടിയല്ലേ, എന്തുമാത്രം ഫണ്ടുള്ള പാർട്ടിയാണ്. നമുക്ക് കണ്ടിട്ടില്ലേ, കോടിക്കണക്കിന് രൂപ ഇലക്ഷനിൽ ഇങ്ങനെ ഒഴുക്കുന്ന പാർട്ടിയല്ലേ, എന്തുകൊണ്ട് സഹായിച്ചില്ല? ശരി, ഈ ഒരു ജീവൻ രക്ഷപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? എന്ത് ദുഃഖമാണെന്ന് കേരളം മുഴുവൻ കരയുകയല്ലേ? ഓക്കെ, ഞാൻ അരുണിലേക്ക്. അരുൺ, നേരത്തെ ഞാൻ അങ്ങോട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിൽ പറയാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം? ഞാൻ പറഞ്ഞത് ആദ്യ വരിയിൽ തന്നെ എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ, പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ആ ബാങ്കും ബി ജെ പിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. 12 വർഷം അവിടെ അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ കഴിഞ്ഞ 12 വർഷമായി. അനിൽ തന്നെ പറയുന്നു എന്നെ ഏൽപ്പിച്ചത് എന്നും പറയുന്നുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മറ്റൊരർത്ഥത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യമല്ലേ? രണ്ട് തരത്തിൽ അതിനെ കാണണം. ഒന്ന്, ഇപ്പോൾ BJP ഭരിക്കുന്ന ബാങ്കാണ് ആ സഹകരണ സംഘം എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സഹകരണ സംഘത്തിന്റെ ഭരണസമിതി, അതിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃത്യമായി BJPയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ കോർപ്പറേഷൻ അതിർത്തിയിലെ പല വാർഡുകളിലും BJPയുടെ പലതരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും പണം ലോണായിട്ടും കടമായിട്ടും ഒക്കെ എടുക്കുന്ന ഒരു സഹകരണ സംഘമായിട്ട് ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സംഘം തന്നെയാണ്. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിന്റെ സഹകരണ സംഘം പ്രസിഡന്റ് തന്നെ ആത്മഹത്യ ചെയ്ത ഘട്ടത്തിൽ ഈ ബാങ്ക് തന്നെ ഞങ്ങളുടേതല്ല എന്ന് ഞൊടിയിടയിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഒരു തരത്തിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് BJPയുടെ സിറ്റിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. ഞങ്ങളുടെ ആളുകളെ സഹായിച്ചു, അത് ഞങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് BJP ആവണമെന്നുണ്ടോ എന്ന് ഇന്ന് വി മുരളീധരൻ അടക്കമുള്ളവർ ഒരു വലിയ ഒരു നിമിഷം വി മുരളീധരനാണ് പണ്ട് പെട്രോളിന്റെ വില കൂടിയ സമയത്താണ് ഒരു അദ്ദേഹത്തിന് മാത്രം മനസ്സിലാവുന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും അത് കറങ്ങി വരാറുമുണ്ട്. ഇപ്പോൾ അതുപോലെയാണ് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന ആത്മഹത്യാക്കുറിപ്പിലെ ആ വാചകം വളരെ വ്യക്തമായി തന്നെ മാധ്യമപ്രവർത്തകർ ഇന്നലത്തെ ഇതുപോലെ തന്നെ വീണ്ടും ചോദിക്കുന്നു, നമ്മുടെ ആളുകൾ എന്ന് തിരുമല അനിൽ എഴുതിയാൽ അത് CPM-കാരാണോ കോൺഗ്രസ്സുകാരാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. കേൾക്കാം, എന്നിട്ട് ഞാൻ വരാം അരുണിലേക്ക്. അദ്ദേഹം പറഞ്ഞ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത്. നമ്മുടെ ആളുകൾ, ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് BJP-ക്കാരെ കുറിച്ച് മാത്രമാണ്. ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ്. CPM-ന് അതായിരിക്കും ശരി, കാരണം CPM-കാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികളും. BJP-ക്കാർക്ക് അങ്ങനെയാണ്. എങ്ങനെയുണ്ട് അരുൺകുമാർ? അപ്പോ ഇതിലാദ്യം 12 വർഷം മുമ്പ് എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നതും നമ്മുടെ ആളുകളെ സഹായിച്ചു, തുടർ നടപടികൾക്കൊന്നും പോകാതെ അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായിട്ട് ആരാണ് ഏൽപ്പിച്ചത്, ആരാണ് നമ്മുടെ ആളുകൾ എന്ന് കൃത്യമായിട്ട് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസം മുമ്പ് എന്നെ വന്ന് കണ്ടു, വിശദമായി സംസാരിച്ചു എന്ന് സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമല്ലോ ബാങ്കിന്റെ പ്രസിഡന്റ് സംസാരിച്ചത്. അപ്പോൾ ഒരു തരത്തിലും ആശ്വാസകരമായിട്ടുള്ള ഒരു വാക്കുകൾ ഈ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, തനിക്ക് ജീവിതം പോലും തുടരാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കണം ഉണ്ടായത്. അതായിരിക്കണം ഇത്ര ബോൾഡായിട്ട്, ഇപ്പോൾ സഹപ്രവർത്തകനാണല്ലോ, അല്ലെങ്കിൽ കൗൺസിലർ എന്ന രൂപത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടാണെങ്കിലും ആ കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണല്ലോ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത്. ഇവരുടെ ഒരു ദുഃഖം കണ്ടില്ലേ, ഇവരുടെ ഒരു വിഷമം കണ്ടില്ലേ? കാരണം ഈ കഴിഞ്ഞ 5 വർഷം 4.25 വർഷം അവിടുത്തെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും BJP-യും മുഖാമുഖം നിന്ന നിരവധി അവസരങ്ങളുണ്ട്. വലിയ പോരാട്ടം നടന്നിട്ടുണ്ട്.
ആ പോരാട്ടത്തിലും BJP രാഷ്ട്രീയത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു സഹ കൗൺസിലർ മരിച്ചപ്പോൾ മേയറായിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രനും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുമടക്കം എത്ര വിഷമത്തോടെയാണ് അവർ ഇടപെട്ടത്. തങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ സഹപ്രവർത്തകനെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് ആ കുടുംബത്തിൽ പോയി എല്ലാ തരത്തിലും ഇടപെട്ടത്. ആ ഘട്ടത്തിലാണ് ഈ സഹകരണ സംഘം വരും BJP-യുടേതല്ല, അതുപോലെ തന്നെ ഒരു ബന്ധവും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല, അതുപോലെ 2 ദിവസം മുമ്പ് തന്നെ വന്ന് കണ്ട കാര്യങ്ങൾ വരെ നിഷേധിച്ച് അത് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ നീ എടി എന്നൊക്കെ വിളിച്ച് ഏറ്റവും പരുഷമായി മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. ഇതൊക്കെ ചെയ്യാൻ BJP-ക്ക് മാത്രമല്ലേ കഴിയൂ? ഇവിടെ മറ്റു പല സഹകരണ സംഘങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എത്ര ആക്രമണമായിരുന്നു ഇവിടെ. ആ വലിയ ജാഥ നടത്തിയ നമ്മുടെ കേന്ദ്രമന്ത്രിയെ കണ്ടില്ലല്ലോ. ആ കരിവന്നൂരിൽ നിന്ന് തൃശ്ശൂർ പട്ടണത്തിലേക്ക് ജാഥ നടത്തി വലിയ പ്രഖ്യാപനം നടത്തിയ ആ കേന്ദ്രമന്ത്രി ഇപ്പോൾ ഒരക്ഷരം ഉരിയാടിയോ? അന്നും പറഞ്ഞു സഹകരണ സംഘങ്ങൾ ഈ കേരളത്തിന്റെ വിളക്കായി പ്രവർത്തിക്കുന്നു, വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നു. പക്ഷെ ചില സഹകരണ സംഘങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി. ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ആ നിലപാടല്ലല്ലോ BJP സ്വീകരിച്ചേ. താങ്കൾക്കറിയോ, ഈ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൽ ഏറ്റവും ആദ്യത്തെ അഴിമതി നടന്നത് മുഗു ബാങ്ക് എന്ന് പറയുന്ന കാസർഗോഡുള്ള 3-4 ശാഖകളുള്ള BJP ആദ്യഘട്ടം മുതൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. അപ്പൊ ഇത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നതാണ്. അപ്പൊ ഇത് വലിയ തരത്തിൽ തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആ ആത്മഹത്യയെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിമിഷങ്ങൾക്കകം BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞല്ലോ, ആ ശവസംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ പോയി പത്രസമ്മേളനം നടത്തി. ഇതിന് കാരണക്കാരൻ പോലീസാണ്, CPM ആണെന്ന് പറയുകയാണ്. ഇവിടെ സാധാരണ പണം നിക്ഷേപിച്ചവരാ പരാതി കൊടുക്കണേ, പണം നഷ്ടപ്പെട്ടവരാ പരാതി കൊടുക്കണേ. ഇവിടെ ഈ സഹകരണ ബാങ്കിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന, അവിടുത്തെ ഭരണസമിതിയോട് യോജിച്ച് പ്രവർത്തിക്കുന്ന സെക്രട്ടറിയാണ് പരാതി കൊടുക്കുന്നത്. നിക്ഷേപിച്ച പലരും ഇവിടെ വന്ന് പണം ആവശ്യപ്പെട്ട് ചെറിയ ഒച്ചപ്പാടുണ്ടാകുന്നു. അപ്പോൾ പോലീസ് എന്താ ചെയ്യേണ്ടത്? 2 കൂട്ടരെയും വിളിച്ചിരുത്തി പരിഹരിച്ച് പണം കൊടുക്കാനുള്ള സാഹചര്യം ഭാവിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു വിടുന്നു. അത് മാസങ്ങൾക്ക് മുമ്പാണ്. വേറെ ഒരു ആരോപണം CPM-നെതിരെ ഇല്ല, പോലീസിനെതിരെ ഇല്ല. അപ്പൊ ആ ബോഡി മറവ് ചെയ്യാൻ പോലും ഉള്ള സാവകാശം കാണിക്കാതെയുള്ള ഈ ഇടപെടൽ, ഇതെല്ലാം ഇതിൽ ഗുരുതരമായിട്ടുള്ള പാളിച്ച BJP-ക്ക് പറ്റിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന് വരെ ആത്മഹത്യാ പ്രേരണയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇടപെടലും വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് കൃത്യമായി ആ സത്യം പുറത്തു വരും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് BJP-യുടെ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള ഇടപെടൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലേതായാലും ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അംശു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ BJP നേതാക്കൾ പറഞ്ഞ് പലതവണയായി പ്രസിഡന്റ് മുതൽ താഴോട്ട് ഇവരൊക്കെ പറഞ്ഞു വന്നതെല്ലാം പാളുന്നു, അതൊന്നും ശരിയായിരുന്നില്ല എന്നീ ആത്മഹത്യാക്കുറിപ്പ് നല്ലവണ്ണം മനസ്സിലാകുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടും. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയായിരുന്നു. നിൽക്കുന്ന BJP എന്ന് പറയുന്ന ഒരു ആഖ്യാനമുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ. പക്ഷേ ഈ പറഞ്ഞതുപോലെ, ഇപ്പോൾ നേരത്തെ ശ്രീ ബാഹുലയൻ പറഞ്ഞതുപോലെയും ഒരുപാട് വാർത്തകളിലുമൊക്കെ കണ്ടതുപോലെ പലതരം അഴിമതികൾ പ്രതിപക്ഷത്തായിട്ട്, ഇന്ന് ശ്രീ V. ജോയും പറഞ്ഞതാണ്, പ്രതിപക്ഷത്താണെങ്കിലും അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്നാണ് CPIM അതേക്കുറിച്ച് പറഞ്ഞത്. ഇത് നഗരസഭയുമായി ബന്ധപ്പെടുത്തി, BJP രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി അംശുവിന് എന്താണ് പറയാൻ പറ്റുന്നത്? ഇങ്ങനൊരു മരണവും ഈ ആത്മഹത്യാക്കുറിപ്പും പലതരത്തിലുള്ള പലതരത്തിൽ വായ്പ എടുത്ത് തട്ടിപ്പും അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാത്ത പ്രശ്നവും ഒക്കെ BJP രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അംശു, ചുരുക്കി. ഇത് BJP അവരുടെ സ്ഥിരമായിട്ടുള്ളൊരു ശൈലി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ പുന്നയ്ക്കാമുകൾ കൗൺസിലറുടെ പേര് ഇവിടെ ശ്രീ ബാഹുലയൻ പരാമർശിച്ചു. ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ഭരണസമിതിക്ക് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന BJP-യുടെ ഒരു കൗൺസിലറാണ്. അവർ ലക്ഷക്കണക്കിന് രൂപ ഹരിതകർമ്മസേന അംഗങ്ങളുടെ അവരുടെ വേർപ്പിൻ്റെ ഓഹരിയായിട്ടുള്ള പൈസ അവരിൽ നിന്ന് തട്ടിയെടുത്ത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഹരിതകർമ്മസേന അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിതകർമ്മസേന അംഗങ്ങളെ നമുക്കറിയാം, അവർ വീടുകളിൽ ചെന്ന് ഈ മാലിന്യം ശേഖരിച്ച് അങ്ങനെയുള്ള ഒരു മഹത്തരമായിട്ടുള്ളൊരു ജോലി ചെയ്യുന്ന ആ അവരുടെ വേർപ്പിൻ്റെ അംശം, ആ ഓഹരി അവരിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്. അതിന് ഉണ്ട് വിറ്റ് കാശാക്കുകയാണ്. ഇപ്പോൾ ആശാനാഥ് എന്ന് പറയുന്ന കൗൺസിലറിനെതിരെ അവർ തന്നെ പോസ്റ്റ് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ അവർ തന്നെ ഫേസ്ബുക്കിൽ സമ്മതിക്കുകയാണ്. അതായത് അപേക്ഷാ ഫോറം, അതായത് ഗുണഭോക്താക്കൾക്ക് പിന്നെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി നഗരസഭ സൗജന്യമായി അച്ചടിച്ച് നൽകുന്ന ഫോറം വിറ്റ് കാശാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഇപ്പോൾ ഏത് തരത്തിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ പോകുന്നു, അതവരുടെ ശൈലിയായി മാറുന്നു. അതുപോലെ ഈ സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് ഇന്ന് പറയുന്നത് കേട്ടത് 11ഓളം സഹകരണ സ്ഥാപനങ്ങൾ BJP നടത്തുന്നത് പൊളിഞ്ഞു പാളീസായി എന്ന് പറയുന്നുണ്ടല്ലോ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. തിരുവനന്തപുരം നഗരത്തിനകത്ത് പ്രവർത്തിക്കുന്ന, നഗരസഭാ പരിധി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ വെങ്ങാനൂരിലെ സഹകരണ സംഘത്തെ സംബന്ധിച്ച് പുറത്തു വന്നത്, അറസ്റ്റ് നടന്നത്. അവരുടെ BJP-യുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് വെങ്ങാനൂർ സതീഷ്. അദ്ദേഹത്തിന് വലിയ തട്ടിപ്പ് അതിനകത്ത് നടത്തിയിട്ടുള്ളത്.
ഇതോടൊപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത്തരത്തിൽ ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് BJPയുടെ നേതാക്കന്മാർ തട്ടിയെടുത്തിട്ടുള്ള ഈ പണം അവർ എന്തിനുപയോഗിച്ചു എന്നുള്ളത് നമ്മൾ വളരെ ഗുരുതരമായി എന്ത് പ്രവർത്തനത്തിനാണ് അവർ വിനിയോഗിച്ചതെന്നുള്ളത് വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നഗരസഭ പിടിക്കുമെന്ന് പറയുമ്പോഴും ആ പ്രവർത്തനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ തുക പല നിലയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തിരുമല അത് പുറത്തു വന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അനിലേട്ടനെ പോലെയുള്ള ഇനിയുമുള്ള BJPയിലെ ആത്മാർത്ഥമായ പല പ്രവർത്തകർക്കും ഈ വഴി തിരഞ്ഞെടുക്കേണ്ട ഗതികേടിലേക്ക് അവർ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇതിനിടയിൽ രാഷ്ട്രീയമായൊരു ചോദ്യം നേരത്തെ ശ്രീ അരുൺകുമാർ ചോദിക്കുകയുണ്ടായി. ബഹുമാന്യനായ കേന്ദ്ര സഹമന്ത്രി, ഇപ്പോൾ തൃശ്ശൂരിലെ കലുങ്കിലിരിക്കുന്ന സഹമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പദയാത്രയുമായി എത്തുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ ചർച്ചയിൽ BJP പദയാത്രയായിട്ട് വരില്ലാതെ മാത്രമല്ല, ഈ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ തിരുമല അനിൽ. ആ അനിലേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാകുന്നു. ഇതുവരെ MPക്ക് ഇവിടെ ഒന്ന് വരാനുള്ള സൗകര്യമോ ഒരു കുറിപ്പോ പോലും കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇനി പദയാത്രയായിട്ട് വരുമെന്ന് ശരത്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ പതിറ്റാണ്ടുകൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ ജീവൻ പോലെ അതിൽ വിശ്വസിച്ചൊക്കെ നിന്നിട്ട് ഒടുവിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരിക, ഇത് തിരുവനന്തപുരത്തെ ഈ അനിലിൻ്റെ കേസ്, BJP നേതാവിൻ്റെ കേസ്, നമ്മൾ വയനാട്ടിലേക്ക് പോയാൽ അവിടെ DCC ട്രഷറായിരുന്നയാൾ മകനെ കൂടി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. നിസ്സംഗമായി നേതൃത്വങ്ങൾ ഈ വിഷയങ്ങളെ കാണുക എത്ര വലിയ ചർച്ചയാകുന്നു. എങ്ങനെയാണ് നേതൃത്വങ്ങളെ, ഈ നേതാക്കളുടെ കുടുംബങ്ങൾ തന്നെ വിശ്വസിക്കുക? എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക്, എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉണ്ടാവില്ല, കൈയൊഴിയും എന്ന നിലയിലേക്ക് കൂടി ഈ നേതൃത്വങ്ങളെ ആ കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പൊതുവിൽ ആളുകളും ചിന്തിക്കില്ലേ, കരുതില്ലേ? അതെ, പുതിയ തരം രാഷ്ട്രീയ പ്രവർത്തനത്തോട്, രാഷ്ട്രീയ രീതികളോട്, രാഷ്ട്രീയ സംസ്കാരത്തോട് ജനങ്ങൾക്കൊരു വിശ്വാസമില്ലാത്ത ഒരവസ്ഥ വരില്ലേ? കാരണം ഈ നേതാക്കളൊക്കെ പ്രവർത്തിക്കുന്നത് പാർട്ടിയിൽ നിന്ന് അങ്ങനെ വലിയ ശമ്പളമൊന്നും മേടിച്ചിട്ടല്ലല്ലോ, ഒരു കുടുംബം പുലർത്തണ്ടേ ഇവർക്കൊക്കെയും. പാർട്ടിയിൽ നിന്ന് അലവൻസോ ശമ്പളമോ തുച്ഛമായ ശമ്പളമോ ഒക്കെ മേടിക്കുന്നവർ, അവർ അങ്ങനത്തെ നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരു കുറഞ്ഞ പക്ഷം ഒരു കരുതലെങ്കിലും കാണിക്കുക നേതൃത്വം, അവരെ ഒന്ന് കൊണ്ടു നടക്കാൻ കഴിയുക, ഒരാശ്വാസവാക്ക് പറയുക, കാര്യമില്ല നടന്നു നോക്കട്ടെ. പക്ഷേ ഇവരുടെ മരണശേഷം ശ്രീ ജേക്കബ് ജോർജ്, ഇവരുടെ മരണശേഷം ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ, ചിന്ത ആലോചിച്ച് നോക്കൂ. ചതിക്കപ്പെട്ടു എന്ന ചിന്തയോടെ പ്രിയപ്പെട്ടവർ നഷ്ടമായി, തങ്ങൾ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ചതിക്കപ്പെട്ടു എന്നൊരു മാനസിക വിചാരത്തോടെ ജീവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളാണിതൊക്കെ. അതാണ് അവരോട് ആ കുടുംബത്തോടൊരു വാക്ക് പറയാൻ അതാണ് കഴിയാത്തത്. അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ദയനീയമാണ് ആ കാര്യം. ഒരു ആൾ ആത്മഹത്യ ചെയ്തത് അയാളുടെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടോ വീട്ടിലെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല, അയാൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ ഉണ്ടായ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്ക് കാരണം സ്വന്തം പാർട്ടിക്കാർ കടമെടുത്തു തന്നെയാണ്. ആ കടം മേടിച്ച തുക തിരിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ? അതിന് ആലോചനയെങ്കിലും നടത്തണ്ടേ? അതാണ് അദ്ദേഹത്തെ വിഷമിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ വിഷമം ആ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ഭീകരം തന്നെയാണ്, സംശയമില്ല ശരത്തെ. ശ്രീ ബാഹുലയൻ, വയനാട്ടിലെ DCC ട്രഷറുടെ മരണവും സമാനമായ രീതിയിലാണ്. ആ കുടുംബം എത്രമാത്രം ഫൈറ്റ് ചെയ്യും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഇവിടെയും ഈ കുടുംബം ഈ വിധം വേദനിക്കുന്നു. മുമ്പ് ഈ നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് ഈ പറഞ്ഞതുപോലെ അനിൽ എഴുതിയത് വിശ്വാസത്തിലെടുത്തല്ല വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ച് അതിന് വലിയൊരു ന്യായമൊക്കെ ചമയ്ക്കാൻ ശ്രമിക്കുന്ന താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ആ രീതിയിൽ വി മുരളീധരൻ്റെ ഒരു വിശദീകരണത്തെ താങ്കൾ എങ്ങനെ എടുക്കുന്നു? പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വി മുരളീധരൻ മറ്റൊന്ന് പറഞ്ഞു, വസ്തുനിഷ്ഠമായ അന്വേഷണം വേണം എന്ന് വി മുരളീധരൻ പറഞ്ഞല്ലോ എന്നാണ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞത്. അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും സ്വന്തം പാർട്ടിക്കാരും സ്വന്തം പാർട്ടിക്കകത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളും സംഘടനാപരമായി പരിശോധിക്കാനൊന്നും കഴിയുന്നില്ല എന്നതുകൂടിയാണോ വി മുരളീധരൻ്റെ ഈ ആവശ്യത്തിലൂടെ പ്രതിഫലിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തിയാൽ പ്രതികൂട്ടിലാകുന്ന മുഴുക്ക രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുള്ള എതിർ ചേരിക്കാരാണ്. മുരളീധരൻ്റെ എതിർ ചേരിക്കാരാണ് ഇപ്പോൾ കേരളത്തെ BJP നയിക്കുന്നത്.
അതുകൊണ്ട് അവരൊന്നും നശിച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹത്തിനുണ്ടാവാം, സ്വാഭാവികമായിട്ടുണ്ടാകാം. അതാവാൻ ആണ് ചാൻസ്. പിന്നെ മുരളീധരന് എനിക്ക് നല്ല സുഹൃത്ബന്ധം ഉണ്ടെങ്കിലും ഈ ഈ കേരളത്തിലെ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ മുരളീധരനായാലും ഇപ്പം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരു പേര് മറന്നുപോയില്ല, പുതിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോ? സുരേഷ് ഗോപിയല്ല, വേറൊരാളുണ്ട്, ജോർജ് കുര്യൻ, ജേക്കബ് ജോർജ് കുര്യൻ. അതെ, ഇവരെല്ലാം പത്രക്കാർ, ജോർജ് കുര്യൻ ഉൾപ്പെടെ ഉള്ളവർ പത്രക്കാരെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരിത്. ആരാണ് നിങ്ങൾ? ഏത് ചാനലാണ്? ഓ, നിങ്ങൾ കൈരളിയാണോ? നിങ്ങൾ റിപ്പോർട്ടറാണോ? നിങ്ങൾ മറ്റതാണോ? അങ്ങനെയുണ്ടോ? ഇവിടെ EMSന്റെ പത്രസമ്മേളനവും അതേപോലെ തന്നെ കരുണാകരൻ വിൽഗണയുടെ പത്രസമ്മേളനമൊക്കെ കണ്ടു വളർന്നവരല്ലേ നമ്മൾ. ഈ ആർക്കെങ്കിലും ഈ ഞരമ്പരോഗം ഉണ്ടോ പത്രക്കാരെ കാണുമ്പോൾ? ചോദ്യങ്ങൾ ചോദിച്ചാൽ വിവരമുള്ളവൻ അതിന് മറുപടി പറഞ്ഞാൽ പോരെ? അതിന് എടുത്തുചാട്ടം വേണോ? അതിന് അറിവ് വേണം. ഇത് വില അവിടെ കുറയുമ്പോൾ ഇവിടെ കൂടും എന്ന ധനതത്വശാസ്ത്രം പഠിച്ചു വച്ചിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഈ നിങ്ങൾ ഇത് ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇവരുടെ സ്വഭാവം. പത്രക്കാരെ കാണുമ്പോൾ പത്രക്കാരോട് മറുപടി ഇല്ലെങ്കിൽ അവരെ മേക്കിട്ട് കയറുക, എടി പോടി വിളിക്കുക. ഇതിവിടെ അവസാനിക്കണം. ഇത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ മനസ്സിലാക്കണം. അടുത്ത വരുന്ന സന്ദർഭങ്ങൾ എപ്പോഴെല്ലാം സന്ദർഭം കിട്ടിയാലും ഇതിനെ തോൽപ്പിച്ചാലേ നമുക്ക് കേരളത്തിലെ സംസ്കാരമായി മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ വളരെ ലോക നിലവാരത്തിലുള്ള മാധ്യമപ്രവർത്തകമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അരുൺ, കേരളത്തെ കുറെ കൂടി രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കാമോ? തീർച്ചയായും ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും വിഭാഗീയത ആളിക്കത്തിച്ച്, വിഘടനവാദം ആളിക്കത്തിച്ച്, അതുപോലെ വർഗീയ ചുവയോടെ മാത്രം ഇടപെട്ട് ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇപ്പോഴുള്ള എല്ലാ നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും തകർക്കാനും ഈ കേരളത്തെ തന്നെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം വന്ന് നടത്തുന്ന ഓരോ ഇടപെടലുകളും നമ്മൾ കണ്ടു, ഓരോ പ്രസ്താവന കണ്ടു. ആ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നേരത്തെ പോയി ആ സ്റ്റേജിൽ പോയി ഇരിക്കുന്ന കാഴ്ച ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ കുറെ നേതാക്കന്മാരെ കൂടി BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് വിട്ടാല് ഇവിടുത്തെ BJPയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പക്ഷേ ഒരു സഹപ്രവർത്തകൻ മരിച്ചു വീണ് കിടക്കുമ്പോൾ അത് എങ്ങനെയും ആയിക്കോട്ടെ ആ കുടുംബത്തോടൊപ്പം നിൽക്കാനും കണ്ണുനീരൊപ്പാനും, അതുപോലെ തന്നെ കാരണം എന്തുമായാലും അത് പരിശോധിച്ച് പരിഹാരം കാണുവാനുമാണല്ലോ ഒരു സംഘടനയുടെ നേതാവ് ശ്രമിക്കേണ്ടത്. ഒരു വ്യക്തിയല്ലല്ലോ. ഒരു സംഘടന എന്ന വാക്കിന് തന്നെ ഒരു അർത്ഥമില്ലേ? എല്ലാവരും കൂടുമ്പോഴാണല്ലോ സംഘടനയാകുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ പത്രസമ്മേളനം നടത്താനും പത്രപ്രവർത്തകരെ വെല്ലുവിളിക്കാനും ഇതിന്റെ യഥാർത്ഥ കാരണം CPMന്റെ തലയിലും പോലീസിന്റെ തലയിലും കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമവും 2 ദിവസം മുമ്പ് തന്റെ വന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഏറ്റവും ആശ്വാസ വാക്ക് കൊടുത്ത് അദ്ദേഹത്തെ സംഘടനയിലും ജീവിതത്തിലും നിലനിർത്തേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു നേതാവിന്റെ ഭാഗത്തുനിന്ന് വരെ വീഴ്ച വന്നിട്ടുണ്ടോ എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം ഉള്ളപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അരുൺ ഒരു കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഇത് മാത്രമല്ലാത്ത മറ്റൊന്നുകൂടിയുണ്ട്. അദ്ദേഹത്തിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന പോലെ മറ്റൊരു പരിവേഷം കൂടിയുണ്ട്, മാധ്യമ മുതലാളി. ആ ഒരു പരിവേഷത്തോടു കൂടി നിൽക്കുന്ന ആൾ കൂടിയാണ് ഇമാതിരി പെരുമാറ്റം നടത്തിയത്. അതെ 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 അദ്ദേഹം തലവനായിട്ടുള്ള മാധ്യമത്തിലെ സാധാരണക്കാരായ ജീവനക്കാരോടും റിപ്പോർട്ടർമാരോടും പെരുമാറുന്നത് പോലെ ഈ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരോടും പെരുമാറാം എന്ന് അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിന് തെറ്റി. ഇത് കേരളമാണ്, ചുട്ട മറുപടി കിട്ടും. ആ മുഖം നോക്കി ആട്ടും കിട്ടും, വേണമെങ്കിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകും എന്ന അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് അരുൺ പറഞ്ഞപ്പോഴാണ് ഒരു സന്ദർഭം ഓർത്തത്. അത് സാന്ദർഭികമായി പറഞ്ഞു തന്നെ പോകേണ്ടതാണ്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തോടു കൂടി ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അതിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ ഇതുപോലെ തന്നെ പരസ്യമായി അതിനെതിരെ പ്രതികരിച്ചയാളാണ്. ഓർമ്മയുണ്ടോ അരുണിന്? അപ്പോ സുലേഖ കണ്ടപ്പോ അങ്ങനെ ആയിരിക്കും വിചാരിച്ചത്. സുലേഖയെ കണ്ടപ്പോ സുലേഖ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഇതിവിടെ അവസാനിക്കും എന്നായിരിക്കും സാർ വിചാരിച്ചത്.
മിണ്ടാതെ കേട്ടോണ്ട് അതെ, അതിൽ പൊക്കോളുന്നായിരിക്കും ഏറ്റവും വിചാരിച്ചത്. ഇഷ്ടപ്പെട്ടത് ഇതിലും വലിയ മുതലാളിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, അപ്പോ തന്നെ കൈരളിയുടെ പ്രതികരണം വന്നല്ലോ, ഇതിലും വലിയ കുറെ മുതലാളിമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട, ഞങ്ങൾ ചോദ്യം ചോദിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ഏറ്റവും ചുട്ട മറുപടിയും കിട്ടി. അത് കേരളമാണ്, അതുകൊണ്ട് ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരും കൂട്ടാളികളും മനസ്സിലാക്കിയാൽ നന്ന്. രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച ഏതെങ്കിലും വലിയ മുതലാളിമാരുടേതല്ല കൈരളി എന്ന് പറയുന്നത്. കൈരളി കേരളത്തിലെ ലക്ഷോപലക്ഷം ലോകമെമ്പാടുമുള്ള മലയാളികൾ, അവരുടെ ലക്ഷോപലക്ഷം മനുഷ്യരുടെ, തീർത്തും സാധാരണക്കാരായവരുടെ വലിയ അധ്വാനത്തിൻ്റെ, അവരുടെ ജീവിതം ഞങ്ങൾക്ക് സമർപ്പിച്ചതിലൂടെ ഉണ്ടായ ലക്ഷോപലക്ഷം ഓഹരി ഉടമകളുള്ള അത്യപൂർവമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് അദ്ദേഹത്തിന് നന്നായി മനസ്സിലാകുന്നത് തന്നെയാണ്, ഒന്നും മനസ്സിലാകാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിരട്ടിലും ഈ വിളിയും കൊണ്ടൊന്നും ചോദ്യം ചോദിക്കുന്നത് നിർത്താൻ ഉദ്ദേശിക്കില്ല. ചോദ്യം ചോദിക്കുക തന്നെയും ആ ചോദ്യങ്ങൾ ഇത്തരം എടിപൊടി നീ വിളിയിലൊക്കെ നിശബ്ദരായവരുണ്ടാകും, പക്ഷേ അത് ഇങ്ങോട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിന് കേരളം ഞങ്ങൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് വലിയ തോതിലുള്ള വലിയ നന്ദി എന്നതുകൂടിയുണ്ട്. അതും തിരിച്ചു പറയേണ്ടത് തന്നെയാണ്. എല്ലാ തരത്തിലും ആ നിലയിൽ ഒപ്പം നിന്ന മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങളുടെ കൈരളി വാർത്താ സംഘത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഹൃദയാഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ടും അർപ്പിച്ചുകൊണ്ടും ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.